MVD എന്ന് കേൾക്കുമ്പോൾ ജനങ്ങൾക്കൊക്കെ ഒരു കലിപ്പുണ്ട്. അപ്പോൾ മന്ത്രി KV ഗണേഷ് കുമാർ ആയപ്പോൾ, ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ആയപ്പോൾ ഒരുപാട് പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അത് ജനങ്ങൾക്ക് കലിപ്പ് തോന്നുന്ന രീതിയിലുള്ള പല പരിഷ്കാരങ്ങൾ കൂടി, അതായത് ജനങ്ങളുടെ നെഞ്ചത്തടിക്കുന്ന പോലെയുള്ള കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഈ പരിഷ്കാരം കുറെ കൊണ്ടുവന്നത് ഹൈക്കോടതി എടുത്ത് തൊട്ടിക്കളഞ്ഞു എന്നും പറയുന്നുണ്ട്. എന്താണത്? ഇപ്പോൾ ഈ ഗതാഗത വകുപ്പ് കമ്മീഷണർ നടപ്പിലാക്കിയിട്ടുള്ള വിവിധ സർക്കുലറുകളും ഉത്തരവുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം സിംഗിൾ ബെഞ്ച് റദ്ദാക്കി വിട്ടിട്ടുണ്ട്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് വലിയ ആശ്വാസമാണ് നൽകിയത്. കാരണം മിക്കതും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ കഞ്ഞിയിൽ ഉള്ള പാറ്റയായിരുന്നു. അപ്പോൾ അതെല്ലാം ഇപ്പം ഹൈക്കോടതി പെറുക്കിയെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഡ്രൈവിംഗ് ടെസ്റ്റിനായിട്ട് 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കരുതെന്നും ഡ്രൈവിംഗ് പരിശീലന വാഹനങ്ങളിൽ ഡാഷ്ബോർഡ് ക്യാമറ നിർബന്ധമാക്കണമെന്നുമുള്ള ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശങ്ങളാണ് ഈ സുപ്രധാന വിധിയിലൂടെ പ്രധാനമായും റദ്ദാക്കപ്പെട്ടത്. ഡാഷ്ബോർഡ് ക്യാം വയ്ക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എല്ലാ കാറുകളിലും ഡാഷ്ബോർഡ് ക്യാമറ സെക്യൂരിറ്റി റീസൺസിന് വയ്ക്കാറുണ്ട്. അത്തരത്തിൽ ഇത് വയ്ക്കാനും പിന്നെ ഈ അടുത്ത് ചില കേസുകൾ ഉണ്ടായിരുന്നു. അത് ഡ്രൈവിംഗ് മാഷ് അപമര്യാദയായി പെരുമാറുന്നു ഒക്കെ. അപ്പം അത്തരത്തിൽ അതിനൊരു അക്കൗണ്ടബിലിറ്റി വയ്ക്കാൻ വേണ്ടിയാണ് ഇത് വയ്ക്കാൻ പറയുന്നത്. പക്ഷേ അത് അവർക്ക് ആ ഡാഷ്ബോർഡിലേക്ക്, അവരുടെ വണ്ടിയിലെ ഡാഷ്ബോർഡ് ക്യാമറ അവർക്ക് ഇത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ചിലപ്പോൾ അത് നല്ലതിനായിരുന്നു കൂടെ പറഞ്ഞിരിക്കുന്നത് ആയിരിക്കാം. പക്ഷേ എന്തായാലും അതിനൊക്കെ വലിയ ചിലവുകൾ വരുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് 15 വർഷം കഴിഞ്ഞിട്ടും ഫിറ്റ്നസ് ഉള്ള വണ്ടികൾ ആണെങ്കിൽ പോലും അത് ഉപയോഗിക്കാൻ പാടില്ല. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും ഉപയോഗിക്കാൻ പാടില്ല. പുതിയ വണ്ടി വാങ്ങിക്കണം. 15 വർഷം കഴിഞ്ഞ് റീടെസ്റ്റ് എടുത്ത് ആ വണ്ടി വീണ്ടും ഉപയോഗിക്കാമല്ലോ. അത്തരം വണ്ടികൾ ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഈ വിഷയത്തിൽ സമർപ്പിച്ച ഹർജികളാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ നിർണായകമായിട്ടുള്ള നടപടി വന്നിരിക്കുന്നത്. ഗതാഗത കമ്മീഷണർ മുന്നോട്ട് വെച്ച ഈ പരിഷ്കരണങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷകൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാനുമാണ്. ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് അനുസൃതമായി ഡ്രൈവിംഗ് പരിശീലനം മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നാണ് ഗതാഗത വകുപ്പ് വാദിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് 15 വർഷത്തിൽ കൂടുതൽ പഴക്കം പാടില്ല എന്ന് അതുകൊണ്ടാണ് നിർദ്ദേശിച്ചതെന്നാണ് പറയുന്നത്. പഴയ വാഹനങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് അനുയോജ്യമല്ലെന്നും സുരക്ഷിതമായ ഡ്രൈവിംഗ് പരിശീലനത്തിന് ഇത് തടസ്സമാണെന്നും കമ്മീഷണർ അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കൂടാതെ ഡ്രൈവിംഗ് പരിശീലന വാഹനങ്ങളിൽ ഡാഷ്ബോർഡ് ക്യാമറ നിർബന്ധമാക്കിയത് പരീക്ഷകളുടെ സുതാര്യത ഉറപ്പാക്കാനും പിന്നെ ക്രമക്കേടുകൾ ഒഴിവാക്കാനും സഹായിക്കാൻ എന്ന് ഉള്ള ഒരു ഉദ്ദേശത്തിലാണ്. അപ്പോൾ എന്നാൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഈ ഉത്തരവുകൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തു. ഈ തീരുമാനങ്ങൾ ഏകപക്ഷീയമാണെന്നും മതിയായ കൂടിയാലോചനകൾ ഇല്ലാതെയാണ് ഇവ നടപ്പിലാക്കിയതെന്നും അവർ ഹൈക്കോടതിയിൽ വാദിച്ചു. അതായത് ഇത്തരം വിഷയങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായിട്ട് എടുത്തു എന്നുള്ളതാണ് ഇവരുടെ പരാതി. കാരണം ഇവരുമായിട്ട് ഒരു നെഗോഷിയേഷൻ, കാരണം ഇവരുടെ ജീവിതത്തിനെ ബാധിക്കുന്ന കാര്യമാണല്ലോ. അപ്പോൾ വാഹനങ്ങൾക്ക് പഴക്കപരിധി ഏർപ്പെടുത്തിയത് യുക്തിപരമല്ല എന്ന് അവർ ചൂണ്ടിക്കാട്ടി. നല്ല രീതിയിൽ പരിപാലിക്കുകയും ആവശ്യമായ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നേടുകയും ചെയ്ത വാഹനങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കുന്നതിൽ എന്ത് തെറ്റാണെന്ന് അവർ തിരിച്ചു ചോദിച്ചു. അതായത് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, അപ്പോൾ അവിടുത്തെ സ്കൂളുകളിൽ ഈ പഴഞ്ചൻ വണ്ടികൾ കിടപ്പുണ്ട്. 10, 20, 30 വർഷമൊക്കെ പഴക്കമുള്ള അത്തരം വണ്ടികളാണെങ്കിൽ മനസ്സിലാക്കുക. ഒരു 15 വർഷം പഴക്കമുള്ള ഒരു വണ്ടിക്ക് വലിയ കേടുപാടുകളൊന്നുമില്ല, ഉണ്ടാവില്ല. റീടെസ്റ്റും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അടുത്ത 5 വർഷത്തേക്ക് ഉപയോഗിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ആ വണ്ടിക്ക് ഉണ്ടായിരിക്കും. പുതിയ വാഹനങ്ങൾ വാങ്ങുന്നത് ചെറുകിട ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നും ഇത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ദോഷകരമായി ബാധിക്കുമെന്നും ഹർജിക്കാർ വ്യക്തമാക്കി. ഒരു വാഹനം എത്ര പഴക്കമുള്ളതാണ് എന്നതിലുപരി അത് ഡ്രൈവിങ്ങിന് സുരക്ഷിതമാണോ എന്നതാണ് പ്രധാനമെന്നും നിലവിലുള്ള മോട്ടോർ വാഹന നിയമങ്ങൾക്കനുസൃതമായി ഫിറ്റ്നസ് ഉറപ്പാക്കിയ വാഹനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്താൻ കമ്മീഷണർക്ക് അധികാരമില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി. അതായത് അതിന് നിരത്തിലൂടെ ഓടിക്കാനുള്ള അവകാശം ഉണ്ടാവും അത്തരം വണ്ടികൾക്ക്. അപ്പോൾ പിന്നെ അത് ഡ്രൈവിംഗ് പരിശീലനം നൽകാൻ ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റെന്നാണ് അവർ ചോദിക്കുന്നത്. അതിൽ മാത്രം അങ്ങനെ ഒരു നിയമമില്ല. എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു വിലക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണ് അവർ ചോദിക്കുന്നത്. ഡ്രൈവിംഗ് പരിശീലന വാഹനങ്ങളിൽ ഡാഷ്ബോർഡ് ക്യാമറ നിർബന്ധമാക്കിയത് മോട്ടോർ വാഹന നിയമത്തിലോ ചട്ടങ്ങളിലോ പറയുന്നില്ലെന്നും അത്തരമൊരു നിബന്ധന അടിച്ചേൽപ്പിക്കാൻ കമ്മീഷണർക്ക് നിയമപരമായ അധികാരങ്ങളൊന്നുമില്ലെന്നും ഇത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും അധിക സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുമെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ വാദിച്ചു.
ഇരുപക്ഷത്തിൻ്റെയും വാദങ്ങൾ വിശദമായി കേട്ട ശേഷമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഗതാഗത കമ്മീഷണറുടെ സർക്കുലറുകളും ഉത്തരവുകളും റദ്ദാക്കിയത്. മോട്ടോർ വാഹന നിയമങ്ങളിലും ചട്ടങ്ങളിലും വ്യക്തമാക്കാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരം നിബന്ധനകൾ ഏർപ്പെടുത്താൻ കമ്മീഷണർക്ക് നിയമപരമായ അധികാരമില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. അതായത് ഈ ഗണേഷ് കുമാറിന് ഒരു ദിവസം ഇപ്പോൾ ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തോന്നുന്ന എന്താ പറയുക, ഈ വിംസ് ആൻഡ് ഫാൻസീസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഇപ്പോൾ ഇത് ഈ കൃത്യമായ നിയമങ്ങൾ ലിഖിത നിയമങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ഒരു തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് ഗണേഷ് കുമാറിന് രാവിലെ എഴുന്നേറ്റിട്ട് ഇന്ന് എന്താണ് തോന്നുന്നത്, ഇന്ന് ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി കളയാം എന്നും പറഞ്ഞ് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ ഒരു ചില സമയങ്ങളിൽ ഈ ഗതാഗത വകുപ്പ് മന്ത്രി ആയിരിക്കെ, അല്ലെ ഏതൊരു വകുപ്പും ആയിക്കോട്ടെ, മന്ത്രി ആയിരിക്കെ ചില പരിഷ്കാരങ്ങൾ, ഇപ്പോൾ ഈ പറയുന്നതൊക്കെ ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള മോട്ടോർ എന്താ പറയുക ഡ്രൈവിംഗ് സ്കൂളൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാ കാര്യങ്ങളും അങ്ങനെ ആയിരിക്കണമെന്നില്ലല്ലോ. അല്ല, പക്ഷെ ഇത് ഏകപക്ഷീയമായിട്ട് എടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഉത്തരവുകൾ അവരോട് ആലോചിച്ചില്ല. അത് മാത്രമല്ല, ഇതിന് നിയമസാധുത എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് ഇതിന് അവർ പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ, എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡാഷ്ബോർഡ് വയ്ക്കണമെന്ന്, ഒരു ഡാഷ്ബോർഡ് വാഹനങ്ങൾക്ക് നിർബന്ധമാക്കാൻ പറയുന്ന ഒരു നിയമം നിലവിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഇന്ത്യയിൽ. ഡാഷ്ബോർഡ് എല്ലാ വണ്ടിക്കും വേണമെന്നുള്ളത്. അതേസമയം എയർ ബാഗിൻ്റെ കാര്യം അറിയായിരിക്കും, അത് എല്ലാ വാഹനങ്ങൾക്കും കൃത്യമായിട്ട് വേണം എന്നുള്ള ഉണ്ട്. സീറ്റ് ബെൽറ്റ് എല്ലാ വാഹനങ്ങൾക്കും വേണമെന്നുള്ളത്. കൂളിംഗ് പേപ്പർ പാടില്ല എന്നുള്ളതുണ്ട്. അതിനൊക്കെ കൃത്യമായ നിയമസാധ്യതയുണ്ട്. അതായത് അതൊരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിരിക്കുന്നത്. അപ്പം ഒരു സ്വകാര്യ വാഹനം എന്ന് പറയുന്നത്, ഇപ്പം ഡ്രൈവിംഗ് സ്കൂളിലെ വാഹനങ്ങൾ സ്വകാര്യ വാഹനങ്ങളാണ്, ടാക്സി അല്ല, ടാക്സി രജിസ്ട്രേഷൻ അല്ല. അപ്പോൾ അത് സ്വകാര്യ വാഹനങ്ങൾ തന്നെയാണ്. ആ സ്വകാര്യ വാഹനങ്ങൾക്ക് എന്താ പറയുക, അതിനൊരു സുതാര്യത വേണം. അപ്പം ഡാഷ്ബോർഡ് വയ്ക്കണോ വേണ്ടെന്നുള്ളത് വ്യക്തിപരമായ തീരുമാനമാണ്. അത് അല്ലെന്നുണ്ടെങ്കിൽ ഈ എല്ലാ ഇത്തരം സ്ഥാപനങ്ങളിലും ഡാഷ്ബോർഡ് വയ്ക്കണമെന്ന് ഒരു നിർബന്ധമായൊരു നിയമം വയ്ക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരുപാട് ചർച്ചകൾ നടത്തണം. അത് ഒരു എന്താ പറയുക, ഒരു ബില്ലിലൂടെയാണ് അത് വരേണ്ടത്. അത് അങ്ങനെ ഒരു കാര്യം. അല്ലാതെ ഒരു ഏകപക്ഷീയമായിട്ടൊരു രാജാവ് കൽപ്പിക്കുന്നത് പോലെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഇന്ന് മുതൽ അതുപോലെ അങ്ങനെ പറ്റില്ല. അപ്പം നിയമനിർമ്മാണത്തിന് അധികാരമില്ലാത്തൊരു ഉദ്യോഗസ്ഥൻ ഇത്തരം ഉത്തരവുകൾ കാരണം ഒരു ഉദ്യോഗസ്ഥനാണിത് പറയുന്നത്. ഇത് ഗണേഷ് കുമാർ ഇരുന്ന് ഇദ്ദേഹത്തിനെ കൊണ്ട് കീ കൊടുത്ത് വിടിയിപ്പിച്ച് പറയിപ്പിക്കുന്നതാണ്. കാരണം പണി വരുമ്പോൾ അദ്ദേഹത്തിനെ ഉദ്യോഗസ്ഥനെ വരുള്ളൂ. നിയമനിർമ്മാണത്തിന് അധികാരമില്ലാത്തൊരു ഉദ്യോഗസ്ഥൻ ഇത്തരം ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും കോടതി വിലയിരുത്തി. ഈ വിധി ഗതാഗത വകുപ്പിന് ഒരു താക്കീതാണ്. ഇത് മൊത്തം വകുപ്പിന്, എനിക്ക് തോന്നുന്നത് ആ മുഴുവൻ വകുപ്പിന് തന്നെ ഒരു നാണക്കേട് കൂടിയാണിത്. നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിലവിലുള്ള നിയമങ്ങൾ, ചട്ടങ്ങൾ, അതുപോലെ ബന്ധപ്പെട്ട കക്ഷികളുമായിട്ട് കൂടിയാലോചിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്നിവയെല്ലാം ഈ വിധി ഊന്നി പറയുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. കൂടിയാലോചിക്കാതെ ഇപ്പം നമ്മൾ ശിവൻകുട്ടിയുടെ സൂംബ ഡാൻസ് പറയുന്നത് പോലെയല്ല, അത് അവരുമായിട്ട് കൂടിയാലോചിക്കേണ്ട കാര്യമില്ല. രണ്ടും വ്യത്യസ്ത സാഹചര്യമാണ്. ഇവിടെ അങ്ങനെയല്ല. ഇത് ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു സമൂഹം ആൾക്കാരുടെ ജീവനോപാധിയാണ്, അത് ബാധിക്കുന്ന കാര്യമാണ്. ഹൈക്കോടതി വിധി തങ്ങൾക്ക് വലിയ ആശ്വാസമാണെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതികരിച്ചു. ഏകപക്ഷീയമായ തീരുമാനങ്ങൾ കാരണം തങ്ങളുടെ ഉപജീവന മാർഗം പ്രതിസന്ധിയിലായിരിക്കുന്നുവെന്നും കോടതിയുടെ വിധി നീതിയാണെന്നും അവർ പറഞ്ഞു. തങ്ങളുടെ വാഹനങ്ങൾ കൃത്യമായ ഫിറ്റ്നസ് പരിശോധനകൾക്ക് വിധേയമാക്കുന്നതാണെന്നും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പലർക്കും പുതിയ വാഹനങ്ങൾ വാങ്ങുക എന്നത് പ്രായോഗികമായിരുന്നില്ലെന്നും ഈ വിധി തങ്ങളെപ്പോലുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് തുണയാണെന്നും ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഉടമ പ്രതികരിച്ചു. ഇപ്പോൾ ചെറുകിട ഡ്രൈവിംഗ് ലൈസൻസ് സ്ഥാപനങ്ങളിൽ അവിടെയൊക്കെ ഈ ബൈക്കുകൾ 4-5 ബൈക്കുകളുണ്ടായിരിക്കും, ഒരു 3 കാറുണ്ടായിരിക്കും. ഈ 15 വർഷം കഴിയുമ്പോൾ ഇത്രയും വാഹനങ്ങൾ മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം രൂപയാവും? അതെന്ന് പറയുന്നത് ഒരിക്കലും പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല. ഇതിപ്പോൾ ഇവിടെ ഇരുന്ന് കൽപ്പിക്കുന്നവർക്ക് അതൊക്കെ എളുപ്പമാണ്. ഇങ്ങനെയല്ലല്ലോ ഒരു നിയമനിർമ്മാണം നടത്തേണ്ടത്. അതേസമയം ഹൈക്കോടതി വിധി പഠിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഗതാഗത വകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചത്. അതായത് മേൽക്കോടതിയിലോട്ട് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റോഡ് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് വകുപ്പിനുള്ളതെന്ന് നിയമപരമായ സാധ്യതകൾ പരിശോധിച്ച ശേഷം ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അവർ വ്യക്തമാക്കി. ഇവർക്ക് ഇപ്പോൾ തെരുവ് നായ വിഷയത്തിലൊന്നും ഇവർക്ക് ഇപ്പോൾ ഗതാഗത വകുപ്പിൻ്റെ വിഷയമല്ല അത്. എന്നാലും ഞാൻ പറയും, സർക്കാരിനെ പറയുന്നതാണ്. തെരുവ് നായ വിഷയത്തിലൊക്കെ ഇവർക്ക് എന്താണുള്ളത്? ഇപ്പോൾ തെരുവ് നായകൾ കാരണം നമുക്ക് എത്രയോ ആക്സിഡൻറ്റുകൾ ഉണ്ടാകുമെന്ന് അറിയാമോ?
പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾക്ക്. അപ്പോൾ അതിനെന്താണ് ഇവർ ചെയ്യുന്നത്? എത്ര റോഡുകളിൽ ഇതൊക്കെ പറഞ്ഞ് മടുത്ത കാര്യങ്ങളാണ്. ഈ പറയുന്ന കുണ്ടും കുഴിയൊക്കെ വൃത്തിയാക്കിയിട്ടാണ്, അല്ലെങ്കിൽ അത് നേരെ അത് നികത്തിയിട്ടാണോ ഇവർ ഈ പറയുന്ന ടാക്സും റോഡ് ടാക്സും ഇതൊക്കെ ചെയ്യുന്നത്? അപകടങ്ങൾ ഉണ്ടാക്കുന്ന സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും ചെയ്യാതെയാണ് ഇതുപോലത്തെ ബോഷ്കുകളുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ പക്ഷേ പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നും നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അതിൽ ഈ പറയുന്ന ഫിറ്റ്നസ് ടെസ്റ്റുകളും അത് സുരക്ഷിതമാണോ എന്നുള്ളത്, അത് അത്തരം ഇല്ലാത്ത വാഹനങ്ങൾ ആ വാഹനങ്ങൾ പിടിച്ചെടുക്കുക, അവർക്ക് ആ ലൈസൻസ് കട്ട് ചെയ്ത് വിടുക, ആ സ്ഥാപനങ്ങൾക്ക് അത്തരം നടപടികളിലോട്ടൊക്കെ പോകാമല്ലോ. അപ്പോൾ എന്തായാലും ഹൈക്കോടതി വിധിയോടെ ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണങ്ങളെ സംബന്ധിച്ച് ഗതാഗത വകുപ്പ് പുതിയൊരു സമീപനം സ്വീകരിക്കാനാണ് സാധ്യത. കോടതിയുടെ നിർദ്ദേശം പരിഗണിച്ച് നിലവിലുള്ള മോട്ടോർ വാഹന നിയമനങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായിട്ട് പുതിയ മാനദണ്ഡങ്ങൾ രൂപീകരിക്കേണ്ടി വരും. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമായിട്ട് മറ്റും ബന്ധപ്പെട്ട കക്ഷികളുമായി കൂടിയാലോചനകൾ നടത്തി എല്ലാവർക്കും സ്വീകാര്യമായ ഒരു പൊതുധാരണയിൽ എത്തിച്ചേരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. റോഡ് സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് തന്നെ ഡ്രൈവിംഗ് പരിശീലന മേഖലയുടെ നിലനിൽപ്പും വികസനവും ഉറപ്പാക്കേണ്ടത് സർക്കാരിൻ്റെ ചുമതലയാണ്. ഈ വിധി പ്രത്യേകിച്ച് ഈ തൊഴിലാളി വർഗ സർക്കാർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് അവരുടെ ഒരു കടമ കൂടിയാണത്. ഈ വിധി ആ ദിശയിലേക്കുള്ളൊരു നിർണായക ചുവടുവെപ്പായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട്.